Okay. Now place a plane mirror on one side of this word and read the image. Can you now read this word? Here one picture is given there and picture website. And it is we cannot read it properly. So if you just hold a mirror in front of that picture, you can read it clearly as ambulance. Why it is have us written in like this way? You said the answer in the last class. The drivers, those who go in front of this vehicle, can read that clearly ambulance. Otherwise, it will be lateral ഇൻവേർഷനിൽ കാണുള്ളൂ. അതുകൊണ്ട് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഓപ്പോസിറ്റ് ലാറ്ററൽ ഇൻവേർഷനിൽ എഴുതിയിരിക്കുന്നത് മുന്നിലുള്ള കണ്ണാടിയിൽ ആ മുന്നിലെ വണ്ടിക്ക് ഡ്രൈവർക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ ആയിട്ട് ആംബുലൻസ് എന്ന്. ദിസ് ഈസ് ബിക്കോസ് ദ ഡ്രൈവർ in front of an ambulance who sees the ambulance on his or her rear view mirror, sees a laterally inverted image of the word and reads it correctly. He or she can give them way to the ambulance. അപ്പോൾ മുന്നിലുള്ള ആൾക്ക് ഇത് ആംബുലൻസ് ആണ് വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കൊണ്ട് ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരെ ലാറ്ററൽ ഇൻവേർഷനിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ കണ്ണാടിയിൽ പതിയുമ്പോൾ ക്ലിയർ ആയിട്ട് നേരെ ആംബുലൻസ് എന്ന് വായിക്കാൻ പറ്റും. ഷോൺ മുങ്ങിയ. We thus see from these activities that the image formed by a plane mirror is first one is it will be virtual and then it will be erect of the same size as the object appears to be as much behind the mirror as the object is in front of it and laterally inverted. So ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ, ഒരു പ്ലെയിൻ മിററിൽ വരുന്ന ഇമേജസിന്റെ ഫീച്ചേഴ്സ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇറ്റ് വിൽ ബി വെർച്വൽ ആയിരിക്കും. നെക്സ്റ്റ് ഇറ്റ് വിൽ ബി ഇറക്റ്റ്, സ്ട്രൈറ്റ് ആയിരിക്കും. നമുക്കറിയാം നമ്മൾ ഒരു ഷാഡോസ് ആണെങ്കിൽ നിലത്തിങ്ങനെ കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നല്ലേ, അത് നിൽക്കില്ല. ഇപ്പൊ നിന്നോണ്ടിരിക്കുന്ന ഒന്നാണെങ്കിൽ അത് അങ്ങനെ നിൽക്കുന്ന ഇമേജ് തന്നെ ആയിരിക്കും നമ്മൾ പ്ലെയിൻ മിററിൽ കാണുന്നത്. നെക്സ്റ്റ് ഓഫ് ദ സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ്. So which object's image is that? The same color and the same size it will be found for the image that we see in the mirror. If I stand in front of a mirror, the image of my figure will be as big as me and as the color of me and my dresses or what are the other objects are there on my body. എൻ്റെ ഒരു ഇമേജ് ആണ് കണ്ണാടിയിൽ പതിയുന്നെങ്കിൽ എൻ്റെ അതേ വലിപ്പം, എൻ്റെ അതേ കളറ്, എൻ്റെ കയ്യിലുള്ള വസ്തുക്കളുടെയും ഡ്രസ്സിൻ്റെയും എല്ലാം സെയിം കളർ തന്നെയായിരിക്കും നമ്മുടെ മിററിലുള്ള ഇമേജിൽ. ഓഫ് ദ സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ടു ബി ആസ് മച്ച് as behind the mirror the object is in front of it. നമ്മൾ മിററിൽ നിന്ന് എത്ര അകന്നാണോ നിൽക്കുന്നത് അത്രയും അകലത്തിലായിട്ടാണ് ഈ ഇമേജ് കാണുന്നത്. ഇഫ് യു ആർ സ്റ്റാൻഡിങ് നിയർ ദ മിറർ ദ ഇമേജ് വിൽ ബി നിയർ ടു ദ mirror, but if you are standing far from the mirror the image also will be far from the mirror. Okay, next laterally inverted, അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണുക. നെക്സ്റ്റ് spherical mirrors. Spherical mirrors means here നമ്മളോട് പറഞ്ഞിരിക്കുന്നത് take a shining stainless steel serving spoon, hold it outer side in front of your face. Can you see the image of your face in the spoon? Compare it to your image formed in a plain mirror. In what ways is it different? Is it erect? What about its size? Move the spoon away from your face. How does the image change? കുറേ ക്വസ്റ്റ്യൻസാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ വീട്ടിലുള്ള ഒരു സ്പൂൺ എടുക്കുക. ഒരു സാധാരണ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു സ്പൂൺ എടുക്കുക. ആ സ്പൂണിൽ സ്റ്റീലിൻ്റെ എന്താ കണ്ടുപിടുത്തുന്നത് ഷോനെ? ആ സ്പൂണിൽ നമ്മൾ ആ കുഴിവുള്ള വശത്തൂടെ നമ്മുടെ ഇമേജ് നോക്കുമ്പോൾ എങ്ങനെയാണ്, നേരെ തിരിച്ചു പിടിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇമേജസ്? ഷോണിന് പെട്ടെന്ന് പോയിട്ടൊരു സ്പൂൺ എടുക്കാൻ പറ്റുമോ?
കിട്ടി. ഓക്കെ, അത് അങ്ങനെ പിടിച്ചോണ്ട് നോക്കിക്കേ, നേരെ ഇങ്ങനെ പിടിച്ചോണ്ട് നോക്കിക്കേ. നിന്റെ മുഖം കാണുന്നുണ്ട് അതിനകത്ത് ഇല്ലേ? ആ മുറ്റത്തോട്ട് ഏറ് കൊടുത്തിട്ട് ഒരു പുതിയ തുറന്നെടുത്തിട്ട് വരാ. തിരിച്ചു പിടിച്ചേ. പുതിയതൊന്നും ഇല്ലേ? തിരിച്ചു പിടിച്ചേ. തിരിക്ക. ആ അങ്ങനെ നോക്കി. അവിടെ നിന്റെ മുഖം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അതവിടെ വെച്ചിട്ട് നീ ഇതിൽ തന്നെ നോക്ക്, സ്ക്രീനിൽ നോക്ക്, അപ്പൊ മനസ്സിലാവും. ഇത് ഈ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഞാനിതാ നോക്കുന്നു. ഓക്കെ, കാണുന്നില്ല. ഓക്കെ, ഇതില് നമ്മുടെ ഉള്ളിലേക്കുള്ള കുഴിവുള്ള വശമില്ലേ, കുഴിവുള്ള വശത്തിലെ നമ്മുടെ ഇമേജ് ജസ്റ്റ് അപ്സൈഡ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? തല താഴെയും കാല് മുകളിലുമായിട്ട്. പക്ഷെ ആ കുഴിവുള്ള മറ്റേ വശം, കുഴിവുള്ളതല്ല, മറ്റേ പുറം സൈഡില് ഇമേജ് നോക്കിക്കേ, നേരെ കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, നല്ലൊരു സ്പൂൺ എടുത്തിട്ട് നോക്കണം പിന്നെ കേട്ടോ. See here, സ്പൂണിന്റെ ഔട്ട് സൈഡിൽ പതിയുന്ന പിക്ചർ ഇങ്ങനെയായിരിക്കും. പക്ഷേ സ്പൂണിലെ ഉള്ളിലേക്ക് ഉള്ള വശത്ത് പതിയുന്ന പിക്ചറോ തലയും കുത്തിയിരിക്കും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളത് നോക്കിക്കേ. ഔട്ടർ ഫേസ്, ഔട്ടർ സൈഡിൽ ക്ലിയർ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ട് മീൻസ് നേരെയുള്ളത് വരും. ഇന്നർ ആ കുഴിവുള്ള വശത്ത് നമ്മളുടെ തലയും കുത്തിയായിട്ടുള്ള ചിത്രമായിരിക്കും പതിയുന്ന സ്പൂണില്. ആൻഡ് ഇഫ് യു ഹോൾഡ് ഇറ്റ് നിയർ, നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ മുഖത്തേക്ക് അടുപ്പിച്ച് പിടിച്ചെന്നാലോ എന്താ സംഭവിക്കുന്നത്? ദ ഫിഗർ വിൽ ബി ബിഗർ, കുറച്ച് വലുതായി കാണും. അകത്തുനിന്ന് അനുസരിച്ച് ചെറുതായിട്ട് കാണും. ഉണ്ടോ? അതിൻ്റെ എല്ലാം കാണുന്നുണ്ടോ അതിനകത്ത്? കണ്ണുരുട്ടുള്ളൂ, പേടിച്ചു പോകും സ്പൂണ്. കണ്ടോ? നോക്കട്ടെ, കാണിച്ചേ. നോക്കി, എങ്ങനെയുണ്ട്? തലയും കുത്തി വയ്ക്കുന്നുണ്ടോ? എന്റെ ഒന്നും കാണുന്നില്ല അതിനകത്ത്. നീ നേരെ പിടിച്ചിട്ട് നോക്കിയേ. രണ്ട് സൈഡിലും കണ്ടോ? അവിടെ എങ്ങനെയായിരുന്നു? അതെങ്ങനെയാ? നേരെയാണോ തലയും കുത്തിയാണോ? ഇങ്ങനെ പിടിക്കുമ്പോ തലയും കുത്തി, ഇങ്ങനെ പിടിക്കുമ്പോ നേരെ. ആ ഓക്കെ. ഇനി സ്പൂൺ ഒന്ന് കുറച്ച് മാറ്റി പിടിച്ചേ, കുറച്ച് അകത്തേക്ക്. അന്നേരം വലുതായിട്ടാണോ ചെറുതായിട്ടാണോ കാണുന്ന ഇമേജ്? ചെറുതായിട്ട്. അടുപ്പിച്ച് പിടിക്കുമ്പോഴോ? വലുതായിട്ട്. ഓക്കെ. Now hold the inner side of the spoon in front of your face. Study the image for different distance of the spoon from your face. What do you find? Is the image erect and larger in size? When we hold it near, the image will be larger, big one. And as we move the spoon away from our face, it will look like a smaller ones. Okay. So two differences are there. The inner side of the spoon will make the figure or image upside down, and the outer side of the spoon will make the image or form the image as correctly. The curved surface of the spoon acts as a reflective surface, but this reflecting surface is not flat like that of a plane mirror. It seems to form a part of a hollow sphere. A spherical mirror can be thought of as a part of the hollow sphere. ഇവിടെ ഒരു hollow sphere ഉണ്ട്, ഞാൻ അടുത്ത വീഡിയോ ഷെയർ ചെയ്ത് കാണിക്കാം.
സ്ഫെറിക്കൽ, അതായത് ഇവിടെ നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ദിസ് ഈസ് എ റൗണ്ട് ഇൻ ഷേപ്പ്, അതിൽ കുറച്ച് ഭാഗം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള മിറർ. ഇതാ ദിസ് ടൈപ്പ്. നിങ്ങൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങളുടെ ബസ്സിൽ വണ്ടിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇനി ഈ എന്തിനാണ് ഈ വണ്ടിയിലൊക്കെ ഇങ്ങനത്തെ മിറർ വെക്കുന്നത്? അതിനെ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ എന്നൊക്കെ പറയും. The curved surface of a spoon acts as a reflecting surface, but this reflecting surface is not flat like that of a plain mirror. Plain mirror will be plain only. It will be equal, level. നമുക്കറിയാം ഒരു പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എങ്ങനെ ടച്ച് ചെയ്താൽ ലെവൽ ആയിട്ടായിരിക്കും അല്ലേ? ബട്ട് യു മൈറ്റ് ഹാവ് സീൻ ദ മിറർ റിയർ വ്യൂ മിറർ ഓഫ് എ വെഹിക്കിൾ. കാറിന്റെ, നിങ്ങൾക്കൊക്കെ ബൈക്കും കാറും ലോറിയും ജീപ്പൊക്കെ ഉള്ളവരല്ലേ, അതിന്റെ ഗ്ലാസ് കണ്ടിട്ടില്ലേ? മിറർ എങ്ങനെയാണ്? കുറച്ച് ഭാഗം പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണ് അല്ലേ? അതാണ് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് നമ്മുടെ സ്പൂണിന്റെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്പൂണിന്റെ പോലെ തന്നെ സ്പൂണിന്റെ ഒരു ഭാഗം പുറത്തോട്ട് തള്ളി നിൽക്കുന്നു, പക്ഷെ മറ്റേ ഭാഗം നേരം ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്നു അല്ലേ? ഓക്കെ. എ സ്ഫെറിക്കൽ മിറർ ക്യാൻ ബി തോട്ട് ഓഫ് ആസ് പാർട്ട് ഓഫ് എ ഹോളോ സ്ഫിയർ. The reflecting surface of a spherical mirror can be either the outside of the or the inside of a curved surface. അപ്പോൾ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തില് പേജ് 188 മേളിൽ തന്നിരിക്കുന്ന സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞതില് അതിൽ ഒന്നിൻ്റെ ഇത് പുറത്തോട്ട് തള്ളിയിരിക്കുന്നതാണ്. രണ്ടാമത്തത്, അതായത് ഇത് പുറത്തോട്ട് ഇങ്ങനെ തള്ളിക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളിലുള്ളതോ ഇതുകൊണ്ട് അല്ലേ? ഇത് വേറൊരു മിറർ. സോ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് കോൺകേവ് ആണ്. If the reflecting surface is in the inside, then the mirror is called concave. And if it is, ഞാൻ വേറൊരു വീഡിയോ ഷെയർ ചെയ്ത് കാണിക്കാം. കോൺകേവ് ഉള്ളിലോട്ട് തള്ളിയിരിക്കുന്നത്, സോറി പുറത്തോട്ട് എന്താ കോൺകേവ്. കോൺകേവ് ഇൻസൈഡ്, ഉള്ളിലോട്ട് നോക്ക്, ഇത് ഉള്ളിലേക്കുള്ളതാണ്. ഇനി കോൺവെക്സ്, മിസ് ഇതാ മറ്റേ കാക്കഞ്ചേരി പള്ളിന്റെ വളവിലുണ്ട് ഈ കണ്ണാടി. വേണ്ടോ? കുറെ സ്ഥലങ്ങളിലുണ്ട്. അത് സാധാരണ വളവിന്റെ അവിടെയൊക്കെ വെക്കാറുണ്ട്, കാരണം ഡ്രൈവേഴ്സ് വേറെ വണ്ടി വരുന്നുണ്ടെന്ന് പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിട്ട്, ക്ലിയർ ആയിട്ട് കാണുന്നതിന് വേണ്ടിട്ട്. ഓക്കെ. സോ കോൺകേവ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാ ദിസ് ഈസ് എ കോൺവെക്സ്. കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് തള്ളിയിരിക്കുന്ന, പുറത്തേക്കല്ല ഉള്ളിലേക്ക്. കണ്ടോ ഇത്? നെക്സ്റ്റ് കോൺകേവ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക്. സോറി, ഇത് കോൺവെക്സ് അല്ല. കോൺവെക്സ് ഓൾവേസ് സർഫേസ് ഔട്ട്സൈഡ്, പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. വണ്ടിയിലൊക്കെ നമ്മൾ കാണുന്നത് കോൺകേവ്. If you, when you go to the dentist, ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവരിങ്ങനത്തെ കോൺകേവ് ലെൻസ് പിടിപ്പിച്ചിട്ടുള്ള വെച്ചിട്ട് നോക്കും. ഇതാ കോൺകേവ് ലെൻസ് വെച്ചിട്ട് നോക്കുന്നുണ്ടോ? സോ ദ ഡോക്ടർ ക്യാൻ സീ ഇറ്റ് സോ ക്ലോസ്ലി, അടുത്ത്, വളരെ അടുത്ത് കാണാൻ പറ്റും. ഓക്കെ.
So what is concave mirror? The mirror that reflects the surface on the inside. ഇൻസൈഡിൽ റിഫ്ലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഉള്ളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന കോൺകേവ് എന്നും ദ മിറർ ദാറ്റ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് കോൾഡ് കോൺവെക്സ് മിറർ എന്നും പറയുന്നു. ദ സെന്റർ ഓഫ് എ മിറർ ഈസ് കോൾഡ് ഇറ്റ്സ് പോൾ. ഈ മിററിന്റെ മിഡിൽ പോർഷൻ ഈസ് നോൺ ആസ് പോള്. സാധാരണ നമുക്കറിയാം നമ്മൾ പോൾ എന്ന് പറയുന്നത് എന്താണ്, എഡ്ജിനെയാണ് പറയുന്നത്. പക്ഷെ ഹിയർ for the mirrors, convex and concave mirrors, the center or the middle of the mirror is called pole. Here picture is given, page 188. Concave in the reflective surface of concave mirror is on the inside. Here first one is C, center of the curvature എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ ആക്സിസ് പോൾ. അതായത് ഞാനൊരു ഒന്നുകൂടെ നോക്കട്ടെ, ഷെയർ ചെയ്യാൻ പറ്റുന്നു. കോൺകേവ് മിറർ കോൺകേവ് മിറർ ഇൻസൈഡ്. ഞാൻ വേറൊരു ഇതാ നോക്കിയത്, വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും നോക്കട്ടെ. അതായത് ഇവിടെ ഇൻസൈഡ് ആയിരിക്കും, കോൺകേവിൻ്റെ ഇൻസൈഡിലായിരിക്കും. അതേസമയം കോൺവെക്സിൻ്റെ ഔട്ട്സൈഡിലായിരിക്കും. ധാരിക്ക് പുസ്തകങ്ങൾ ആക്രിയാക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ? ലോകം നിങ്ങൾക്കൊപ്പമുണ്ട്. ഫേസ്ബുക്ക്. ധാരിക്ക് പുസ്തകങ്ങളോട് എത്ര ഇഷ്ടമുണ്ട്? Hi friends, do you know that mirrors are of different types? Can you hear? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Or spherical mirrors. ഇല്ല. Spherical എസ് മിസ് കേൾക്കാം. mirrors are divided into concave mirrors. ഇല്ല മിസ്, സ്റ്റക്ക് ആയിട്ടാ കേൾക്കുന്ന, സൗണ്ട് കുറവാ. Three types of mirrors: plane, concave, and convex. In fact, I have all these three mirrors on this wall here for you. I'm going to go and stand in front of each of these mirrors and let's see what do we observe. If I stand in front of the first mirror, I appear to be the same height. If I stand in front of the second mirror, oops, I appear to be inverted. Can you? If I move close to the mirror, കേൾക്കുന്നുണ്ടോ? I appear to be magnified. ഇല്ല. Now if I stand in front of the third mirror, I appear to be shorter. Can you guess the type of mirror for each of these? That's ഇല്ല, right. ഏതായിരുന്നു? The first mirror is a plane mirror. The second mirror is a concave mirror. And the third mirror is a convex mirror. Let's talk about the three mirrors. A plane ഇപ്പൊ കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. കാണുന്നില്ല. and I'm sure you must അത് ഷെയർ ചെയ്യുന്ന സമയത്ത് in front of a plane mirror, you appear to be the same height. Now let's look at concave and convex mirrors. These എവിടെയാണ് mirrors സംഭവം ഉള്ളത്? are യൂട്യൂബിൽ curved mirrors. And a very simple way to understand them is using a spoon. So I'd like you to
pause the video right here and go and get a spoon. And it will be great if you can get a large and shiny spoon. So are you ready with your spoon? A concave mirror is curved inwards. So if you look at this side of the spoon, can you see it is curved inwards, just like a concave mirror. Now hold the spoon like this. Okay. See this. To go and stand in front of each of these mirrors and let's see what do we observe. 3 types of mirrors are there. Plane, concave and convex. Convex. In fact, I have all these 3 mirrors on this wall here for you. I'm going to go and stand in front of each of these mirrors and let's see what do we observe. If I stand in front of the first mirror, I appear to be the same height. If I stand in front of the second mirror, oops, I appear to be inverted. Now if I move close to the mirror, I appear to be magnified. Now if I stand in front of the third mirror, I appear to be shorter. Can you guess the type of mirror for each of these? That's right. The first mirror is a plane mirror. The second mirror is a concave mirror. Concave mirror. And the third mirror is a convex mirror. Concave. Okay, this is a convex, but it is small one. Same. Let's talk about the 3 mirrors. A plane mirror has a plane or flat surface. And I'm sure you must have noticed that when you stand in front of a plane mirror, you appear to be the same height. Same structure. Now let's look at concave and convex mirrors. These mirrors are curved mirrors. And a very simple way to understand them is using a spoon. So I'd like you to pause the video right here and go and get a spoon. And it would be great if you can get a large and shiny spoon. So are you ready with your spoon? A concave mirror is curved inwards. So if you look at this side of the spoon, can you see it is curved inwards just like a concave mirror. Now hold the spoon like this and look at yourself in the spoon. What do you observe? You appear to be inverted and smaller in size or diminished. Now if you bring the spoon really close to yourself, you can see that you are looking magnified. It's very big. But the easier way to do this is to hold an object like a pencil and get it really close to the mirror. Now you can clearly see the magnification. So a concave mirror is the only mirror that can produce an inverted image in this position or a magnified image. A convex mirror is the opposite of a concave mirror. So if we flip the spoon, here we have a convex mirror. Now if you look at yourself on the convex side of the spoon, what do you notice? You appear to be smaller. But your image is now straight or upright. It is upright. And no matter where you move the spoon, the image in a convex mirror is always diminished and upright. Good grammar and spelling are important. Okay. മനസ്സിലായോ? കോൺകേവ് മിററിൽ നമ്മളുടെ ഇമേജ് തലകുത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് കോൺവെക്സിൽ നേരെ തിരിച്ച് നേരെ പോലെ കാണും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറുതായിരിക്കും. ഇനി കോൺകേവ് മിററിന്റെ അടുത്തോട്ട് നമ്മൾ വരുമ്പോൾ the image will be looking larger, but in convex mirror the image will be little bit of shorter one compared to the original one, but it is doesn't change its size. കൂടുതലും കുറയുന്നൊന്നുമില്ല, അടുത്ത് വന്നാലും അകന്നു വന്നാലും അത് തന്നെയായിരിക്കും. Okay, so next, the center of a sphere of which the mirror forms a part is called the center of a curvature or C. ഈ ലെൻസിന്റെ അല്ലെങ്കിൽ കോൺകേവ് മിററിന്റെ മിഡിൽ പാർട്ട്, അതിന്റെ കറക്റ്റ് മിഡിൽ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ. കർവേച്ചർ എന്ന് വെച്ചാൽ സി എന്ന ഷോർട്ട് ഫോമിലാണ് അറിയിക്കുന്നത്. നമ്മളുടെ ഈ ഇമേജിൽ നോക്കിയാൽ മതി. ഇമേജ് 16.14. അതില് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്,
സെന്റർ ഓഫ് കർവേച്ചർ സി ഉണ്ട്, പിന്നെ പോൾസ്. സോ ഇതിന്റെ പോൾ എന്ന് പറയുന്നത് പുറത്തേക്കാണ്. ഏതത്? കോൺകേവ്. ഇനി കോൺവെക്സിൻ്റെത് ഇമേജ് ഇതിന്റെ മിറർ എന്ന് പറയുന്നത് ഉള്ളിലേക്കായിരിക്കും. The radius of the sphere of which the mirror forms a part is called the radius of a curvature. അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ R എന്ന് പറയുന്നു. Next, the line passing through the center of the curvature is of the mirror, and നമുക്കൊരു ലെൻസ് ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ വെച്ചായിരുന്നെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണിച്ച് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല, അതിന് പറ്റിയൊരു വീഡിയോ ഇല്ല, അതുകൊണ്ടാണ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് അതിന്റെ മിഡിൽ കൂടെയുള്ള ലൈന്. അങ്ങനെ ഒരു ലൈൻ ആക്ച്വലി ഇല്ല, പക്ഷെ ആ കറക്റ്റ് പൊസിഷൻ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് of the mirror. It is perpendicular to the mirror at the pole. Next, principal focus. Take a concave mirror, allow the sunlight to fall on it. These rays come from a great distance and are therefore parallel to each other. Allow the reflected light to fall on a sheet of paper. Adjust the distance between the mirror and the paper till you get a sharp, bright spot. On the paper. Be careful, the paper may start burning at the point. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ലെൻസ് ഇങ്ങനെ പിടിച്ച് പേപ്പർ കത്തിക്കുന്നത് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ? നോക്കട്ടെ. आउटलेट पर होगा आपके सारे फिजिक्स के इंस्टीट्यूट मैथ्स आउट्स का सफाया। बस अपने फोन से क्वेश्चन की फोटो खींचो, क्रॉप करो और तुरंत वीडियो सोल्यूशन पाओ। डाउनलोड कीजिए डाउटनेट ऐप अभी, या फिर व्हाट्सएप कीजिए अपने डाउट्स 8 400 400 400 पर। देखो हमको इसमें बोल रहा है डिफाइन द प्रिंसिपल फोकस ऑफ अ कॉनकेव मिरर। तो देखो पहले तो हम कॉनकेव मिरर बना लेते हैं। आपको पता है कॉनकेव मिरर ये होता है एक, ये हमने ड्रॉ कर लिया है कॉनकेव मिरर। ये इसकी पीछे पॉलिश साइड है, यहाँ से रेज रिफ्लेक्ट होती है। अगर मैं इसकी बना दूँ प्रिंसिपल एक्सिस, ठीक है, ये इसके जो रेडियस होता है उसको ज्वाइन करते हुए इसका सेंटर ऑफ कर्वेचर होगा ना। अगर मैं इस पूरे सर्कल को जैसे ये कॉनकेव मिरर है तो ये तो पूरा सर्कुलर पहले स्फेरिकल मिरर था। अगर मैं इसका स्फीयर कंप्लीट कर दूं, देखो अगर ये ढंग से सोचिए, कंसिडर करो ये स्फीयर है, ठीक है, इसको इरेज कर देते हैं जो गलत एक्स्ट्रा। പേപ്പർ കത്തുന്ന ഒരു ഇതുണ്ട്, ഇത് നോക്കാം. Cadbury Dairy. നെറ്റ് പോയോ? In
In our previous video, we defined several terms related to spherical mirrors. What are spherical mirrors? Mirrors in which the curved reflecting surface forms a part of a sphere are called spherical mirrors. Spherical mirrors can be of two types. One in which reflecting surface is curved inwards, they're called concave mirrors, and the others in which tail. Let's take the sun as our object. Why? Because I want only parallel rays of light to be incident on the mirror. And the rays of light from the sun can be considered to be almost parallel. But why? Being a sphere, sun emits light radially outwards. That is, rays of light travel outwards along the radius. But we know that the sun is at a very large, too much temperature for a thin piece of paper to withhold. Similarly, instead of a sun, we can take any other object kept at infinity. And the rays of light from that object incident on the mirror will be parallel to each other. So we saw that if the rays of light are parallel to each other as well as to the principal axis, they will always converge at the principal focus. And this is true for any other object as well. Now I would want to mention one thing here, travel parallel to each other after reflection. I want to discuss one important point before I end this video. In reality, every object emits rays of light in all possible directions. Or to be more specific, from any point on an object, infinitely many rays. ഇതല്ല നമുക്ക് വേണ്ട വീഡിയോ വേറെയാ. ശരി. हेलो एवरीवन, इस लेक्चर में हम पढ़ने वाले हैं फोकस के बारे में। जैसे कि आपको पता है बच्चों कि प्रीवियस वीडियो में हमने बात करी थी स्फेरिकल मिरर्स के कंपोनेंट्स की, ठीक है, और डिफरेंट അത് ഓപ്പൺ ആവുന്നില്ല. അത് ബൈജൂസ് ആപ്പ്. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ട ഒരു വീഡിയോയിൽ സണ്ണിന്റെ റേസ് നേരെ വന്നിട്ട് എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്യും. അപ്പൊ നമ്മളൊരു പേപ്പർ അങ്ങനെ വെക്കുകയാണെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ ആ പേപ്പർ കത്തിപ്പോകും. അതിന്റെ പറ്റിയ ഒരു വീഡിയോ ആണ് നോക്കുന്നത്. പക്ഷെ കാരണം സൺറൈസ് ഡയറക്ട്ലി. Hello everyone, let's start with chapter number 10. It is light reflection and refraction. So we would be starting with question number 1, that is on page number 168. So it says define the principal focus of a concave mirror. ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞല്ല അങ്ങനെ. ഓക്കെ, what happens to the paper if you reflect the light
ഓക്കെ, ടൈം കഴിഞ്ഞു. ഇപ്പൊ ക്ലാസ് കട്ടാകും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അതൊന്ന് കാണിക്കാൻ വേണ്ടി താങ്ക് യു. പേപ്പർ കത്തിക്കുന്നൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു, പക്ഷെ വീഡിയോ ഇതുവരെ ആയില്ല. ഡൗൺലോഡ് ആയി വരുമ്പോഴത്തേക്ക് ക്ലാസ് ഉണ്ടാവും. ബൈ ദെൻ.